ഒരു പഠനത്തെപ്പറ്റി പറയാം. ഈ പഠനത്തെപ്പറ്റി ന്യൂസ് പേപ്പറോ ബാക്കി മാധ്യമങ്ങളോ ഒന്നും എഴുതില്ല. എന്താണെന്ന് വെച്ചാൽ അത് എഴുതിയാൽ ചില ബിസിനസ്സുകൾക്കൊക്കെ ഭയങ്കര പ്രശ്നമാണ്. ഇവർ പണം കൊടുത്ത് ചെയ്യുന്ന പല അഡ്വർടൈസ്മെൻറ്റ്സിനും ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ വരും. അപ്പം ഇതാണ് ഒരു പഠനം. ഒരു പുതിയ പഠനം നമ്മുടെ റിസർച്ച് ഗ്രൂപ്പ് തന്നെ ചെയ്തതാണ്. ഈ പഠനത്തിൽ പറയുന്നത് പലതരത്തിലുള്ള ഇതര വൈദ്യങ്ങളിലുള്ള പ്രോഡക്ട്സ്, ഇവർ ഈ മെഡിസിന് സപ്ലിമെൻറ്റ്സ് എന്നൊക്കെ പറയുന്ന പല കാര്യങ്ങളും നമ്മൾ ചെക്ക് ചെയ്ത് ലോകത്തെ ഏറ്റവും വലിയ ഓൾട്ടർനേറ്റീവ് മെഡിസിൻ അനാലിസിസ് സ്റ്റഡിയായി മാറിയ ഒരു പഠനമാണ്. ഇത് പിയർ റിവ്യൂ ചെയ്ത് നല്ലൊരു സയൻറ്റിഫിക് ജേർണലിലും പബ്ലിഷ് ആയിട്ടുള്ളതാണ്. ഇതിനെപ്പറ്റി പറയാനാണ് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ. ഈ പഠനത്തെപ്പറ്റി നാഷണൽ ലെവലിലും ഇൻ്റർനാഷണൽ ലെവലിലും ഓൾറെഡി വന്നു കഴിഞ്ഞു. പക്ഷെ നമ്മൾ നോക്കിയേ, കേരളത്തിൽ ഇതിനെപ്പറ്റി ആരും ഒന്നും മിണ്ടുന്നില്ല. എന്താണെന്ന് വെച്ചാൽ പല ഞാൻ പറഞ്ഞില്ലേ, ബിസിനസ്സുകൾക്കൊക്കെ ഭയങ്കര പ്രശ്നം വരും. എസ്പെഷ്യലി ആയുർവേദം, ഹോമിയോപ്പതി ബിസിനസ്സുകൾക്കൊക്കെ ഭയങ്കരമായ പ്രശ്നം വരുന്ന ഒരു പഠനമാണിത്. പക്ഷേ പഠനത്തിലെ കാര്യങ്ങൾ പൊതുജനം അറിഞ്ഞിരിക്കണം എന്നുള്ളത് വളരെ അത്യാവശ്യമുള്ളൊരു കാര്യമാണ്. അപ്പം സ്റ്റീവൻ നോവേല എന്ന് പറഞ്ഞൊരു വ്യക്തിയുണ്ട്. അദ്ദേഹം വലിയൊരു സ്കെപ്റ്റിക്കാണ്, ഒരു ന്യൂറോ സയൻറ്റിസ്റ്റാണ്, ന്യൂറോളജിസ്റ്റാണ്. അദ്ദേഹം നല്ല പഠനങ്ങളെ പറ്റി എപ്പോഴും സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു സയൻസ് ബേസ്ഡ് മെഡിസിൻ എന്ന് പറഞ്ഞ വലിയൊരു സയൻസ് സംസാരിക്കുന്ന, സയൻസിനെ പറ്റി പല കാര്യങ്ങൾ പറയുന്ന ഒരു വെബ്സൈറ്റ് ഉണ്ട്. അപ്പോൾ അതിൽ ഈ പഠനത്തെപ്പറ്റി സ്റ്റീവൻ നോവൈലാണ് എഴുതിയേക്കുന്നത്. അപ്പം ഇതിന് നല്ല കഴമ്പുണ്ട്, നല്ല വാലിഡ് ആയിട്ടുള്ളൊരു പഠനമാണെന്നുള്ളതിൻ്റെ വലിയൊരു പോയിന്റാണ് സ്റ്റീവൻ നോവൽ ഇതിനെപ്പറ്റി എഴുതിയേക്കുന്നത്. അതുകൂടാതെ ദ പ്രിന്റ് മാഗസീനിലും ഇന്ത്യ ടുഡേയിലും ഇതിനെപ്പറ്റി വന്നിരുന്നു. ഈ പഠനത്തിൻ്റെ എന്തൊക്കെയാണ് ഇതിനകത്തുള്ള കണ്ടുപിടുത്തങ്ങൾ എന്ന് പറഞ്ഞ് നല്ല രീതിയിൽ നാഷണൽ ലെവലിലും വന്ന ഒരു കാര്യമാണ്. പക്ഷെ നമ്മുടെ നാട്ടിലെ മലയാള പത്രങ്ങളൊന്നും ഇതിനെപ്പറ്റി എഴുതിയിട്ടില്ല. അപ്പോൾ അതൊന്നും അറിയിക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ. ഇതാണ് പഠനം. അനാലിസിസ് ഓഫ് 386 ഓൾട്ടർനേറ്റീവ് മെഡിസിനൽ പ്രോഡക്ട്സ് ഇംപ്ലിക്കേറ്റഡ് ഇൻ ലിവർ ഇഞ്ചുറി. അതായത് 91 രോഗികളിൽ, അതായത് കഴിഞ്ഞ ഒരു 3-4 വർഷമായിട്ട് നമ്മൾ പല രോഗികളെയും, ഇതര വൈദ്യങ്ങൾക്ക് പോയ പല രോഗികളും ഈ ഇതര വൈദ്യങ്ങളിൽ നിന്നും ലഭിക്കുന്ന പല പ്രിസ്ക്രിപ്ഷൻ മെഡിസിൻസ്, അതായത് അവരുടെ ഈ ഹെർബൽ സപ്ലിമെന്റ്സ്, ഹോമിയോപ്പതിയും റെമഡീസ്, ഇങ്ങനത്തെ പല ഇതര വൈദ്യങ്ങളും സേവിച്ച പല വ്യക്തികളിലും വന്ന സൈഡ് എഫക്റ്റ് നമ്മൾ ഡോക്യുമെൻ്റ് ചെയ്ത് ഇവർ കഴിച്ച ഈ മരുന്നുകളെല്ലാം നമ്മൾ ശേഖരിച്ച് അതിൻ്റെ ഒരു വലിയ അനാലിസിസ് നടത്തി. അപ്പോൾ 91 രോഗികളിൽ നിന്ന് 386 പലതരത്തിലുള്ള ഓൾട്ടർനേറ്റീവ് മെഡിസിൻസ് ആണ് നമ്മൾ റിട്രീവ് ചെയ്തത്. ഇത് നമ്മൾ കടയിൽ നിന്ന് വെറുതെ മേടിച്ച് ടെസ്റ്റ് ചെയ്തതല്ല, രോഗികൾ കഴിച്ച് പ്രശ്നം ഉണ്ടാക്കിയ മരുന്നുകളാണിത്. ഇതിനകത്ത് പലതരത്തിലുള്ള ഇതര വൈദ്യങ്ങളുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് കാണാം. അപ്പോൾ ഇതിനകത്ത് ആരിഫ് ഹുസൈൻ ഒരു ഓതറാണ്. അതുകൂടാതെ വേറെ 2 വ്യക്തികളുണ്ട്. അവർ ആയുർവേദ വൈദ്യന്മാരാണ്, പക്ഷേ ആയുർവേദമൊക്കെ വിട്ട് നമ്മളോട് ക്ലിനിക്കൽ റിസർച്ച് ചെയ്യുന്ന 2 വ്യക്തികളാണിപ്പം. പിന്നെ നമ്മൾ ഡോക്ടേഴ്സും ഇതിന് ഓത്തേഴ്സാണ്. ഇതാണ് ആ പഠനം. അതായത് നമ്മൾ ആയുർവേദം, ഹോമിയോപ്പതി, സിദ്ധ, യുനാനി, പരമ്പരാഗത വൈദ്യം എന്നീ വൈദ്യങ്ങളിൽ നിന്ന് വരുന്ന പല പ്രോഡക്ട്സും പേഷ്യൻസ് എടുത്ത് അവർക്ക് പലതരത്തിലുള്ള ലിവർ ഇഞ്ചുറി, കരൾ രോഗങ്ങളുണ്ടായി. അപ്പോൾ ആ പ്രോഡക്ട്സ് ഒക്കെ എടുത്ത് നമ്മൾ അനലൈസിസ് ചെയ്തു. അതും ചെറിയ അനാലിസിസ് അല്ല, വളരെ വില കൂടി നമ്മൾ തന്നെ പൈസ ഇട്ട് ചെയ്ത അനാലിസിസ് ആണ്. ഭയങ്കര ഹൈ ആൻഡ് ഡീപ്പായിട്ടുള്ള അനാലിസിസ് ആണ് നമ്മൾ ചെയ്തത്. ഇതാണ് നമ്മൾ എടുത്ത കുറച്ച്, അതായത് ശേഖരിച്ച കുറച്ച് മരുന്നുകളുടെ, പേഷ്യൻസിൽ നിന്ന് എടുത്ത കുറച്ച് മരുന്നുകളുടെ ഡീറ്റെയിൽസ്. ഇതിനകത്ത് നോക്കി, ഇതിനകത്ത് പ്രൊപ്പറേറ്ററി ഹെർബൽസ് ഉണ്ട്. അതായത് ഇപ്പം ആയുർവേദ ടെക്സ്റ്റുകളിൽ എഴുതാതെ അല്ലാതെ കമ്പനിക്കാരുണ്ടാക്കുന്ന പല ഹെർബൽ പ്രോഡക്ട്സ് ഉണ്ട്, പ്രൊപ്പറേറ്ററി മെഡിസിൻസ് തന്നെ പറയുന്നത്. അപ്പം ഒരു ദശമൂലാരിഷ് എന്ന് പറയുന്നത് ഒരു ക്ലാസിക്കൽ ആയുർവേദ ഫോർമുലേഷനാണ്. അപ്പോൾ അതുപോലെ ഇരിക്കുന്ന വേറെ പല സിറപ്പുകളും പല പ്രൈവറ്റ് കമ്പനികൾ ഉണ്ടാക്കുന്നുണ്ട് ഈ ഡൈജഷനൊക്കെ ആയിട്ട്. അപ്പോൾ അതൊക്കെയാണ് പ്രൊപ്പറേറ്ററി മെഡിസിൻ. അപ്പോൾ അങ്ങനത്തെ മെഡിസിൻസ് ഉണ്ട്. ക്ലാസിക്കൽ പ്രോപ്പറായിട്ടുള്ള ആയുർവേദ മരുന്നുകളുണ്ട്. ഇത് വലിയ കമ്പനികൾ വിൽക്കുന്ന മരുന്നുകളാണ്. അതുകൂടാതെ ഇതുപോലെ തന്നെ ഹോമിയോപ്പതി, യുനാനി, സിദ്ധ, പിന്നെ ലേബലിംഗ് പോലും ഇല്ലാത്ത കുറേ പരമ്പരാഗത വൈദ്യങ്ങളുണ്ട്. അല്ലാതെ തന്നെ ആയുർവേദ ഡോക്ടർമാർ, ആയുർവേദ പ്രാക്ടീഷണർ, ഡോക്ടർമാരല്ല, ആയുർവേദ വൈദ്യന്മാർ പേഷ്യൻസിന് കൊടുത്ത, അവർ തന്നെ പ്രിപ്പയർ ചെയ്ത് ഉണ്ടാക്കി കൊടുത്ത പല ലേബിൾ പോലും ഇല്ലാത്ത കുറേ പച്ചമരുന്നുകളും പൊടികളൊക്കെ നമ്മൾ ശേഖരിച്ചു. ഇതല്ലാതെ കംപ്ലീറ്റ് ആയിട്ട് അൺലേബിൾഡ് ആയിട്ടുള്ള ഫോർമുലേഷൻസും ഉണ്ടായിരുന്നു. അതായത് ഈ പരമ്പരാഗത വൈദ്യന്മാരാണ് കൂടുതൽ അവർ കൊടുക്കുന്നത്, അത് ആയുർവേദത്തിൻ്റെ അഴി വരാത്തവർ. അപ്പം ഇതും പിന്നെ ഹോമിയോപ്പതിയിൽ ഇതുപോലെ ലേബൽ ഇല്ലാത്തതും പിന്നെ പ്രോപ്പറായിട്ടുള്ള ഹോമിയോപ്പതി കമ്പനികൾ കൊടുക്കുന്നതായിട്ടുള്ള ഹോമിയോപ്പതി മെഡിസിൻസും കാര്യങ്ങളൊക്കെ എടുത്തു. ടിബറ്റൻ മെഡിസിൻസ് ഉണ്ടായിരുന്നു. അങ്ങനെ പലതരത്തിലുള്ള മെഡിസിൻസ് ആണ് നമ്മൾ ശേഖരിച്ചത്. എല്ലാം കൂടെ 386 ഇതര വൈദ്യങ്ങളിലുള്ള മെഡിസിൻസ് നമ്മൾ ശേഖരിച്ചു.
നമ്മൾ എന്താണ് കണ്ടുപിടിച്ചത്? അതായത് ഒരു 40% രോഗികളിൽ അക്യൂട്ട് ഓൺ ക്രോണിക് ലിവർ ഫെയിലിയർ എന്ന് പറഞ്ഞ ഒരു അസുഖം ഉണ്ടായി. ഈ അക്യൂട്ട് ഓൺ ക്രോണിക് ലിവർ ഫെയിലിയർ എന്ന് പറയുന്നത് ACLF എന്ന് പറയുന്ന അസുഖം ഒരു ചെറിയ അസുഖമല്ല. അതൊരു ഭയാനകമായ അസുഖമാണ്. ഒരു 30 ദിവസം തൊട്ട് 60 ദിവസം വരെ ഭയങ്കര ഡെത്ത് റേറ്റ് വരുന്ന ഒരു അസുഖമാണ്. അതായത് ഓൾറെഡി കരൾ രോഗമുള്ളവരിൽ ഈ കരൾ രോഗത്തിന്റെ പൊക്കത്ത് ഈ കഴിച്ച ഇതര വൈദ്യങ്ങൾ മൂലം വരുന്ന ഈ ലിവർ ഇഞ്ചുറി കാരണം സ്റ്റേബിൾ ആയിരുന്ന കരൾ രോഗം, അതായത് ഇപ്പോൾ സിറോസിസ് ആണെങ്കിൽ സ്റ്റേബിൾ ആയിരുന്ന സിറോസിസ് പെട്ടെന്ന് അൺസ്റ്റേബിൾ ആയിട്ട് പേഷ്യൻസ് ലിവർ ഫെയിലിയർ പോയിട്ട് പെട്ടെന്ന് പലതരത്തിലുള്ള ഓർഗൻ ഫെയിലിയേഴ്സ് വന്ന് ട്രാൻസ്പ്ലാന്റ് ഇല്ലാതെ മരിച്ചു പോകുന്ന ഒരു തരത്തിലുള്ള അസുഖമാണിത്, ACLF, അക്യൂട്ട് ആൻഡ് ക്രോണിക് ലിവർ ഫെയിലിയർ. നമ്മൾ ഈ കണ്ട നമ്മുടെ ഈ 91 രോഗികളിൽ 40% ആൾക്കാർക്ക് ACLF എന്ന് പറഞ്ഞ ഈ ഒരു കണ്ടീഷൻ ഉണ്ടായി ഈ മരുന്നുകൾ മൂലം. അതിൽ നിന്ന് 39% ആൾക്കാർ മരിച്ചുപോയി. അതായത് ACLF ഉണ്ടായി കഴിഞ്ഞ് ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ പറ്റാതെ, ഇപ്പം നിങ്ങൾക്കൊക്കെ അറിയാം, നമ്മുടെ നാട്ടിൽ ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ അത്ര എളുപ്പമല്ല. ഇവിടെ നമുക്കൊരു സെൻട്രലൈസ് സിസ്റ്റമോ ഗവൺമെന്റ് സപ്പോർട്ടോ ഒന്നും ഇല്ല. അപ്പം നമ്മൾ തന്നെ രോഗികൾ തന്നെ അവരുടെ കുടുംബത്തിൽ നിന്ന് ആരെങ്കിലും ഒരു ഡോണറായിട്ട് വരണം, അവർ തന്നെ പൈസ ശേഖരിക്കണം, ഫണ്ടിങ് കാര്യങ്ങളൊക്കെ നോക്കണം, ഇതെല്ലാം മാച്ചിങ് ആയിട്ട് വരണം. ഇതെല്ലാം ചെയ്യുന്നവർ അത്ര എളുപ്പമല്ല. അപ്പോൾ പല രോഗികളിലും പല ഫാമിലീസിലും ട്രാൻസ്പ്ലാന്റ് കറക്റ്റ് ടൈമിൽ ചെയ്യാനുള്ള ബുദ്ധിമുട്ട് വരും. അപ്പം അങ്ങനെ ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ ബുദ്ധിമുട്ടിയ പല വ്യക്തികളിൽ 39% ആൾക്കാർ മരണപ്പെട്ടു പോയി ഈ ലിവർ ഫെയിലിയർ കാരണം. അതായത് ഈ അക്യൂട്ട് ഓൺ ക്രോണിക് ലിവർ ഫെയിലിയർ ഡെവലപ്പ് ചെയ്തവരിൽ. ഇത് ചെറിയ നമ്പേഴ്സ് ഒന്നുമല്ല. ഇതിപ്പം നമ്മുടെ ഒരു സെന്ററിൽ നിന്ന് പറയുന്നതാണ്. പല പല സെന്റേഴ്സിൽ എത്ര നമ്പേഴ്സ് നിങ്ങൾ ആലോചിക്കണം. അതായത് അനാവശ്യമായിട്ട് ആൾക്കാർ മരിക്കുന്ന ഒരു അവസ്ഥ. ഇതുകൂടാതെ നമ്മൾ ഹെവി മെറ്റൽസ് നോക്കി ഈ പ്രോഡക്ട്സിൽ നിന്നൊക്കെ 386 പ്രോഡക്ട്സിൽ നിന്ന്. അപ്പം അതിനകത്ത് കണ്ടെടുക്കുന്നത് 67% രോഗികളിൽ ഈ ഹെവി മെറ്റൽ എക്സ്പോഷർ ഉണ്ടായിരുന്നു. അതായത് 67% ഉള്ള ഈ ടോട്ടൽ മരുന്നുകളിൽ നല്ല ഹൈ ലെവൽസ് ഓഫ് ഹെവി മെറ്റൽസ് നമ്മൾ കണ്ടിരുന്നു. അത് WHO പറയുന്നതിനേക്കാളും കൂടുതലായിട്ടുള്ളതാണ്. അപ്പോൾ സേഫ്റ്റി ലിമിറ്റ് ഉണ്ട്. സേഫ്റ്റി ലിമിറ്റിന് ഉപരി മച്ച് മോർ ആയിരുന്നു നമ്മൾ ഇതിനകത്ത് കണ്ടുപിടിച്ചത്. അപ്പോൾ അതിനകത്ത് എന്തൊക്കെയാണ് നമ്മൾ കണ്ടുപിടിച്ചത്? മെർക്കുറി 34%, കാഡ്മിയം 25%, ആർസനിക് 21%, ലെഡ് 14%. ഈ ആർസനിക് ഒക്കെ പറയുന്നത് ഭയങ്കരമായ പോയിസൺസ്, അതിനെ കിങ് ഓഫ് പോയിസൺ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ആർസനിക്കിന്റെ ഒക്കെ എക്സ്പോഷർ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായ രോഗങ്ങൾ വരുന്ന ഒരു അവസ്ഥയാണ്. അതുപോലെ തന്നെ ലെഡ് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ബ്രെയിനെയാണ്. ഇപ്പം ബംഗ്ലാദേശിൽ തന്നെ ലെഡ് പോയിസണിങ്, ഈ ടർമറിക്, നമ്മുടെ മഞ്ഞളിനകത്ത് ലെഡിന്റെ അംശമുള്ള കാരണവും അഡൾട്രേഷൻ ഉള്ള കാരണവും അവിടുത്തെ പല സ്കൂൾ ചിൽഡ്രൻ, സ്കൂളിൽ പോകുന്ന പിള്ളേരിൽ ബുദ്ധിശക്തി കുറഞ്ഞു എന്ന് പറഞ്ഞ ഒരു പഠനമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെയും അങ്ങനത്തെ മഞ്ഞളുകൾ, അഡൾട്രേഷൻ മഞ്ഞളൊക്കെ കംപ്ലീറ്റ്ലി നിർത്തി. ഇപ്പം ലെഡ് എന്ന് പറയുന്നത് ചെറിയ ഡോസ് വരെ നമ്മൾ ഉപദ്രവിക്കാവുന്നൊരു ലോഹമാണ്. ഇത് 14% പ്രോഡക്ട്സിലാണ് നമ്മൾ ലെഡ് കണ്ടുപിടിച്ചത്, ഈ ഹെർബൽ പ്രോഡക്ട്സിൽ. ഇത് കൂടാതെ കാഡ്മിയത്തിൻ്റെ ഒരു പ്രത്യേകത, കാഡ്മിയം എന്ന് പറയുന്ന ഒരു പ്രത്യേക ഹെവി മെറ്റലാണ്, ലോഹമാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ലിവർ ഫെയിലിയർ കൂടുതൽ ഉണ്ടാക്കുന്ന തരം ഒരു ഹെവി മെറ്റലാണ്. ഏറ്റവും ആർസനിക്കും ലെഡും ഒന്നും ഡയറക്റ്റ് ലിവർ ഫെയിലിയർ ഉണ്ടാക്കത്തില്ല, പക്ഷെ കാഡ്മിയം ഉണ്ടാക്കും. അപ്പോൾ കാഡ്മിയത്തോട് എക്സ്പോസ്ഡ് ആയ രോഗികളിലാണ് നമ്മൾ കൂടുതലും ലിവർ ഫെയിലിയർ കണ്ടത്. അങ്ങനത്തെ രോഗികളാണ് കൂടുതലും മരിച്ചുപോയത്. അപ്പം കാഡ്മിയം ഒക്കെ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്കൊന്നും പറയാനേ പറ്റില്ല. ഇത് ഇത്രയും നമ്മൾ ഡീപ്പായിട്ട് നോക്കിയിട്ടാണ് ഈ പച്ചമരുന്നുകളിലും ആയുർവേദ പ്രോഡക്ട്സിലൊക്കെ ഇത്രയും കാഡ്മിയം ഉണ്ടെന്ന് കണ്ടുപിടിക്കുന്നത്. ഇവർ തരുന്ന ഈ പൊതിക്കകത്തോ ഇവർ പറയുന്ന ഈ ബോട്ടിലിന്റെ പുറകിലൊന്നും കാഡ്മിയത്തിന്റെ അളവോ കാഡ്മിയം ഉണ്ടെന്ന് പോലും എഴുതുന്നില്ല. ഇതൊക്കെ പ്രോസസ്സിങ്ങിന്റെ ഭാഗമായിട്ടും മാനുഫാക്ചറിന്റെ ഭാഗമായിട്ടൊക്കെ കയറി വരുന്നതാണ്. വളരെ പുവർ ക്വാളിറ്റി മാനുഫാക്ചറിങ് ആണ്. പക്ഷേ ഈ പുവർ ക്വാളിറ്റി എന്ന് പറയുന്നതും ഇവർ യൂസ് ചെയ്യുന്ന സോഴ്സും ഉണ്ട്. അതായത് ഇപ്പോൾ പല പല പച്ചമരുന്നുകൾ യൂസ് ചെയ്യുമ്പോൾ അതിനകത്ത് പല പല സസ്യങ്ങളുണ്ടല്ലോ, പ്ലാന്റ്സ്. ആ സസ്യങ്ങളിനകത്ത് തന്നെ ഉണ്ട് ഇത്രയും തരം ഹെവി മെറ്റൽസ്. അപ്പോൾ ഇതൊക്കെ കൂടിയാണ് ഫൈനൽ പ്രോഡക്റ്റിൽ ഹെവി മെറ്റൽസ് ആയിട്ട് വന്നിട്ട് രോഗികളെ ബുദ്ധിമുട്ടിക്കുന്നത്. ഇത് കൂടാതെ പല ആയുർവേദ വൈദ്യത്തിലും സിദ്ധ വൈദ്യത്തിലും ഹെവി മെറ്റൽ തന്നെ കൊടുത്തിട്ടുണ്ട് പേഷ്യൻസിന് മരുന്നാന്ന് പറഞ്ഞ്. അതല്ലേ ഇവർക്ക് ഈ ആയുർവേദക്കാർക്കും രാസശാസ്ത്രം എന്ന് പറയും, ആയുർവേദക്കാർക്കും ഈ സിദ്ധ വൈദ്യക്കാർക്കുള്ള ഒരു പ്രശ്നമാണ്. അവർ ഈ ഹെവി മെറ്റൽസ് ഇപ്പോഴും മരുന്നാന്ന് പറഞ്ഞ് കൊടുക്കുന്നു. അവരുടെ കുറേ പ്രോസസ്സൊക്കെ ചെയ്യും. അതായത് ഡീറ്റോക്സിഫിക്കേഷൻ എന്നൊക്കെ പറയും, പ്യൂരിഫിക്കേഷൻ എന്നൊക്കെ പറയും. പക്ഷെ അത് പഴയ ഈ 2000 വർഷം മുമ്പ് എഴുതിയ തരത്തിലുള്ള പ്യൂരിഫിക്കേഷൻ പ്രോസസ്സാണ്. അതായത് ചാണകത്തിലും ഗോമൂത്രത്തിലൊക്കെ ഇടുന്ന പരിപാടിയുള്ള ആ ടൈപ്പ് പ്യൂരിഫിക്കേഷൻ. അതിനകത്ത് പ്യൂരിഫിക്കേഷൻ നടക്കുന്നില്ല. നല്ല ഹെവി മെറ്റൽ കണ്ടന്റ് അപ്പോഴും ഉണ്ട്, നല്ല വിഷാംശങ്ങളും അതിനകത്തുണ്ട്. അപ്പോൾ ചില ആയുർവേദ മരുന്നുകൾ നമ്മൾ കണ്ടേക്കുന്നത് നോക്കണം, 3,83,663 മില്ലിഗ്രാം പെർ കിലോഗ്രാം മെർക്കുറി, 67,616 മില്ലിഗ്രാം പെർ കിലോഗ്രാം ലെഡ്. ഇതൊക്കെയാണ്
ഒരു ഒരു പ്രോഡക്റ്റിൽ നിന്ന് കണ്ടുപിടിക്കുന്നതാണ് ഇത്രമാത്രം ഹെവി മെറ്റൽസ്. ഇത് മാത്രമല്ല, സിദ്ധവൈദ്യത്തിലായിരുന്നു ഹെവി മെറ്റൽസ് കൂടുതൽ ആയുർവേദ വൈദ്യത്തെക്കാളും. അതിനകത്ത് ആർസനിക്കും ലെഡും ഭയങ്കര കൂടുതലായിരുന്നു സിദ്ധവൈദ്യത്തിൽ. അപ്പൊ സിദ്ധവൈദ്യക്കാർക്ക് ഈ ഹെവി മെറ്റൽസ് വെച്ച് മരുന്നുണ്ടാക്കുന്ന ഒരു പ്രത്യേകതരം പരിപാടിയുണ്ട്. ഈ ആയുർവേദക്കാർക്ക് അത്രയ്ക്ക് അങ്ങോട്ടില്ല. പക്ഷെ എന്നാലും സിദ്ധവൈദ്യത്തിലാണ് ഇത് കൂടുതൽ നമ്മൾ കാണുന്നത്. അങ്ങനത്തെ പ്രോഡക്ട്സിലാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ഹെവി മെറ്റൽസും കണ്ടേക്കുന്നത്. ഇതൊക്കെ 10,000 1 ലക്ഷക്കണക്കിന് ഗുണം മുകളിലാണ് നോർമൽ ലിമിറ്റിനേക്കാളൊക്കെ പോയേക്കുന്നത്. ഭയങ്കര ടോക്സിക് റേഞ്ചാണ്. ഇതല്ലാതെ ഇവരുടെ ഈ മരുന്നുകളൊന്നും വർക്ക് ചെയ്യത്തില്ല എന്ന് ഇവന്മാർക്ക് ഏകദേശം അറിയാം, അല്ലേ? ഇത് ഈ ഓൾട്ടർനേറ്റീവ് മെഡിസിൻ ഇൻഡസ്ട്രിക്കും ഈ ഓൾട്ടർനേറ്റീവ് മെഡിസിൻ വൈദ്യക്കാർക്ക് അറിയാം ഏകദേശം ഇവരുടെ മരുന്നുകളൊന്നും വർക്ക് ചെയ്യത്തില്ല. അപ്പോൾ അങ്ങനെ വർക്ക് ചെയ്യാതെ വരുമ്പം അവരെന്ത് ചെയ്യും? വർക്ക് ചെയ്യുന്ന മരുന്നുകളാണ് ആഡ് ചെയ്യും. അപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചത് 28% ഇതര വൈദ്യത്തിൽ സീക്രട്ടായിട്ട് ഇവർ മോഡേൺ മെഡിസിൻ ആഡ് ചെയ്തു. 46% പേഷ്യൻസിലാണ് മോഡേൺ മെഡിസിൻ്റെ എക്സ്പോഷർ ഉണ്ടായത്. അതായത് പേഷ്യൻസിൻ്റെ അടുത്ത് മരുന്ന് കൊടുക്കുമ്പോൾ പറയുന്നത് ഇത് നാച്ചുറലാണ്, സേഫ് ആണ്, ഹെർബൽ ആണെന്നൊക്കെ പറഞ്ഞ് കൊടുക്കുന്നത്. പക്ഷെ അതിനകത്ത് ഇരിക്കുന്നത് എന്താണ്? മോഡേൺ മെഡിസിൻ. ഇനി എന്തൊക്കെ മോഡേൺ മെഡിസിൻ ആണ്? ഇതൊക്കെയാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടുപിടിച്ചേക്കുന്നത് സ്റ്റെറോയിഡ്സ് ആണ്. അതായത് കോർട്ടിക്കോസ്റ്റെറോയിഡ്, ബീറ്റാമെത്തസോൺ, പ്രെഡ്നിസോലോൺ, ഹൈഡ്രോകോർട്ടിസോൺ, ഡെക്സാമെത്തസോൺ, പിന്നെ ആന്റിബയോട്ടിക്കുകൾ, അസിത്രോമൈസിൻ, അമോക്സിസിലിൻ ഒക്കെ, പിന്നെ പെയിൻ കില്ലേഴ്സ്, വേദന സംഹാരികൾ. ഈ ആമവാദത്തിനും സന്ധിവാദത്തിനൊക്കെ കൊടുക്കുന്ന വേദന സംഹാരികൾ എന്ന് പറഞ്ഞ് ഈ നാച്ചുറൽ ഹെർബൽ തെറപ്പീസ് കൊടുക്കത്തില്ല. അതിനകത്തൊക്കെ ശരിക്കുള്ള വേദന സംഹാരം ഉണ്ട്. നിമുസിലൈഡ്, ഡൈക്ലോഫിനാക്ക്, ഇങ്ങനത്തെ മരുന്നുകളൊക്കെ ഇട്ടിട്ടാണ് അവർ അതിനകത്ത് ഇഫക്റ്റ് വരുത്തുന്നത്. പക്ഷെ ഇവർ ഇടുന്ന ഈ മരുന്നിൻ്റെ ഒരു കണ്ണും കണക്കൊന്നുമില്ല, തോന്നിയ പോലെയൊക്കെ ഇടും. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള സൈഡ് എഫക്റ്റ് വേറെ വരും. പഴയ കാലത്തോളം യൂസ് ചെയ്തുകൊണ്ടിരുന്ന വേദന സംഹാരികൾ യൂസ് ചെയ്താൽ ലിവറിനും കിഡ്നിക്കൊക്കെ പ്രശ്നങ്ങൾ വരും. അപ്പോൾ പുതിയ വേദന സംഹാരികളൊക്കെ അത്രയും ലെവൽ ഡേഞ്ചർ അല്ല, കുറച്ചുകൂടെ സേഫറാണ്. പക്ഷെ ഇവർക്കൊന്നും അതറിയില്ല. ഇവർ കൈ കിട്ടുന്നതൊക്കെയാണ് ഇട്ട് ഇതിനകത്ത് ഇഫക്റ്റ് ഉണ്ടാക്കാൻ നോക്കുന്നത്. അതുകൂടാതെ പലതരത്തിലുള്ള ആൻറ്റി ക്യാൻസർ ഏജൻസ്, ഹോർമോൺസ്, ഇതൊക്കെ ഇതിനകത്ത് അവർ അലിയിപ്പിച്ച് ചേർത്താണ് പേഷ്യൻസിന് ആയുർവേദ മരുന്നല്ല, പച്ച മരുന്ന്, നാച്ചുറൽ എന്നൊക്കെ പറഞ്ഞ് കൊടുത്തോണ്ടിരുന്നത്. അതൊക്കെ നമ്മൾ ഈ പഠനത്തിലൂടെ പൊക്കി. പിന്നെ ഏറ്റവും രസകരമായൊരു കാര്യം ഇതാണ്. അതായത് ഈ റെഗുലേറ്റഡ് ആയിട്ടുള്ള പ്രോഡക്ട്സ് ഉണ്ടല്ലോ. ഇപ്പം നമ്മളിപ്പം ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ആയുർവേദ കമ്പനി ഉണ്ടാക്കുന്ന മാനുഫാക്ചർ ചെയ്യുന്ന ഒരു പ്രോഡക്റ്റും റെഗുലേറ്റഡ് അല്ലാത്ത, അല്ലാതെ അൺലേബിൾഡ്, അതായത് ഒന്നും എഴുതാത്ത ഈ ആയുർവേദക്കാർക്ക് ഉണ്ടാക്കി കൊടുക്കുന്ന പ്രോഡക്ട്സ് അല്ലേ. അപ്പോൾ അതിനകത്ത് റെഗുലേറ്റഡ് ആയിട്ടുള്ള ആയുർവേദ പ്രോഡക്ട്സിലാണ് കൂടുതലും നമ്മൾ കണ്ടാമിനേഷൻ കണ്ടത്. അതിൻ്റെ അർത്ഥം ഗവൺമെന്റിന്റെ സൈനും സീലും FSSAIയുടെ സൈനും സീലൊക്കെ ഉണ്ടെന്ന് വെച്ചിട്ട് ഇത് സേഫ് ആണെന്ന് നിർബന്ധമൊന്നുമില്ല. നമ്മൾ ഈ മേടിച്ച് കഴിക്കുന്ന കമ്പനിയുടെ ആയുർവേദ മരുന്നാണെങ്കിലും വലിയ വലിയ സ്ഥലങ്ങളിലുള്ള ആയുർവേദ മരുന്നാണെങ്കിലും ഒക്കെ പ്രശ്നമാണ്. എന്നുവെച്ചാൽ ഇതിനകത്തൊന്നും ശരിക്കും പറഞ്ഞാൽ പ്രോപ്പർ റെഗുലേഷനോ മാനുഫാക്ചറിങ്ങോ നടക്കുന്നില്ല. കണ്ടാമിനേഷനൊക്കെ ഭയങ്കര കൂടുതലാണ്. ഇത് കൂടാതെ നമ്മൾ ഒരു ഗ്യാസ് ക്രോമറ്റോഗ്രഫി, മാസ് സ്പെക്ട്രോസ്കോപ്പി എന്ന് പറഞ്ഞ് കൂടിയ തരത്തിലുള്ള ഒരു അനാലിസിസ് ചെയ്തായിരുന്നു ഈ മരുന്നിൻ്റെ ഒക്കെ, പച്ചമരുന്നിൻ്റെ എല്ലാം. അപ്പം അതിനകത്ത് നമ്മൾ കണ്ടുപിടിച്ചത് ഇതിനകത്ത് പലതരത്തിലുള്ള പ്ലാന്റ് കെമിക്കൽസ്. ഇപ്പം ആയുർവേദക്കാർ, ഹോമിയോപ്പതിക്കാരൊക്കെ പറയും മോഡേൺ മെഡിസിൻ മുഴുവൻ കെമിക്കലാണ്, ഞങ്ങൾ നാച്ചുറൽ ആണെന്നൊക്കെ പറയില്ലേ. പക്ഷേ ഈ പറയുന്ന ചെടിക്കകത്തോണ്ട് ഇഷ്ടംപോലെ കെമിക്കൽസ്, നാച്ചുറൽ കെമിക്കൽസ് ഈവൻ മോർ ഡേഞ്ചറസ് ആണ്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് കണ്ടുപിടിച്ചേക്കുന്നത് ഈ 356 പ്രോഡക്ട്സ് നമ്മൾ ഇതിനകത്ത് അനലൈസ് ചെയ്തപ്പം അതിനകത്ത് 289 യുണീക്ക് ആയിട്ടുള്ള പ്ലാന്റ് കെമിക്കൽസ് കണ്ടുപിടിച്ചു. അതിനകത്ത് ചില പ്ലാന്റ് കെമിക്കൽസ് ഉണ്ട്, അത് സ്റ്റെറോൾ ഗ്രൂപ്പിൽ പെടുന്നതാണ്. സിറ്റോസ്റ്റെറോൾ, ക്യാമ്പസ്റ്റെറോൾ, പിന്നെ ട്രൈറ്റെർപ്പിൻ ഗ്രൂപ്പിൽ പെടുന്ന ലൂപ്പിയോൾ. ഈ 3 സാധനങ്ങൾ കൂടുതലുള്ള ആയുർവേദ മരുന്നുകളിൽ, പച്ചമരുന്നുകളിലൊക്കെ പേഷ്യൻസിന് കൂടുതൽ ലിവർ ഇഞ്ചുറിയാണ് വന്നേക്കുന്നത്. അതായത് കരൾ ഡാമേജ് കൂടുതലായിരുന്നു ഈ പറയുന്ന പ്ലാന്റ് കെമിക്കൽസ് കൂടുതലുള്ള ചില പ്രോഡക്ട്സിൽ. അപ്പം ഈ നാച്ചുറൽ എന്ന് പറയുന്നത്, ശരിക്കും നാച്ചുറൽ എന്ന് പറയുന്നതൊക്കെ കെമിക്കൽ തന്നെയാണ്. നമ്മൾ ടെസ്റ്റ് ചെയ്യാതെ സേഫ്റ്റി ഒന്നും അറിയാൻ മേലാത്ത കെമിക്കൽസ് ആണ് ഇതൊക്കെ. അപ്പം ഇതൊക്കെയാണ് ആൾക്കാർ സേഫ് ആണെന്നൊക്കെ പറഞ്ഞ് ആയുർവേദക്കാർ എഴുതി കൊടുത്ത് ഇങ്ങനെ കിടന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം അങ്ങനെ കഴിച്ച് പ്രശ്നം വന്ന ആൾക്കാരുടെ പഠനമാണ് നമ്മളിവിടെ പറയുന്നത്. ഇതുകൂടാതെ പല ആയുർവേദ പ്രോഡക്ട്സിലും പല ഹോമിയോപ്പതി പ്രോഡക്ട്സിലൊക്കെ ആനിമൽ പാർട്സ്, മൃഗങ്ങളുടെ പല പല കമ്പോണൻസ് ഉണ്ടായിരുന്നു. അപ്പം ഇതിനകത്ത് ചിലവർ എഴുതും, ഇപ്പോൾ ഹോമിയോപ്പതിക്കാർ എഴുതും അവരുടെ ഒരു കഫ് സിറപ്പിനകത്ത് പാറ്റ ഉണ്ടെന്നുള്ളത്. അവർ പാറ്റയാണ് കഫ് സിറപ്പായിട്ട് കൊടുക്കുന്നത്. നിങ്ങൾ നോക്കി അറിയാം, ഈ ഹോമിയോപ്പതിക് കഫ് സിറപ്പ് ബാക്കിൽ നിന്ന് വായിച്ചു നോക്കി അറിയാൻ പറ്റും. അതിനകത്ത് ബ്ലാറ്റ ഓറിയന്റാലിസ് ഒരു സാധനമുണ്ട്. ബ്ലാറ്റ ഓറിയന്റാലിസ് പറഞ്ഞാൽ ഹൗസ് കോക്രോച്ച്, ഇന്ത്യൻ കോക്രോച്ച് ആണത്, അതായത് പാറ്റ. അതുകൊണ്ടെന്നുള്ള അവർ പുറയിൽ അതിൻ്റെ സയന്റിഫിക് നെയിം എഴുതി വെക്കും. പക്ഷേ വേറെ പല കാര്യങ്ങളിലും ഇവർ ഈ ആനിമൽ പ്രോഡക്ട്സ് ഒക്കെ ആഡ് ചെയ്താൽ അത് എഴുതത്തില്ല. അപ്പം നമ്മളിവിടെ കണ്ടുപിടിച്ചത് ഇവർ ലേബൽ ഇതിനേക്കാളും 2 ഗുണം കൂടുതൽ ആനിമൽ പ്രോഡക്ട്സ് ആക്ച്വലി നമ്മൾ കണ്ടുപിടിച്ചു. അതായത് പല ഓൾമോസ്റ്റ് 2 ടൈംസ് പ്രോഡക്ട്സിനകത്ത്
ഇവർ ആനിമൽ കമ്പോണൻസ് ഉണ്ടെന്നുള്ളത് എഴുതിയിട്ടില്ല. ഇതിപ്പോൾ ഈ വെജിറ്റേറിയൻസും വീഗൻസും ഒക്കെ ഇങ്ങനത്തെ പ്രോഡക്ട്സ് കഴിക്കുമ്പോൾ അവരറിയുന്നില്ല അവരകത്തോട്ട് ആനിമൽ പ്രോഡക്ട്സ് എടുക്കുന്നുണ്ടെന്ന കാര്യം. ഇതിനകത്തൊക്കെ ഭയങ്കര വലിയ കൾച്ചറലും റിലീജിയസ് ഇംപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ട്. ഇതൊക്കെയാണ് ഈ ഇതര വൈദ്യക്കാർ ചെയ്തു കൂട്ടുന്നത്. ഇതല്ലാതെ എന്തൊക്കെയാണ് ഇതിനകത്ത് ഞങ്ങൾ കണ്ടുപിടിച്ചത് അവർ എഴുതിയേക്കുന്നതും. ചില ആയുർവേദ മരുന്നുകളിൽ നമ്മൾ കണ്ടത് മരപ്പട്ടിയുടെ ബീജം, ഗോമൂത്രം, ആടിൻ്റെ മൂത്രം, ആനപ്പിണ്ടം, ഇതൊക്കെയായിരുന്നു നമ്മൾ കണ്ടതും അവർ എഴുതി വെച്ചേക്കുന്നതായിട്ടുള്ളത്. പിന്നെ ചിലതിനകത്ത് പന്നിയുടെ ആമാശയത്തിൻ്റെ അംശം, നമ്മുടെ പിഗ് സ്റ്റൊമക്ക് ഉണ്ട്, അതിനകത്തുനിന്ന് ഈ ഹോമിയോപ്പതിക്കാർ പെപ്സിനോജൻ എന്ന് പറയുന്ന സാധനം ഉണ്ടാക്കി അതൊക്കെ ഡൈല്യൂട്ട് ചെയ്തുണ്ടാക്കുന്നത് പന്നിയുടെ ആമാശയമാണത്. അതുകൂടാതെ പല മെറൈൻ പ്രോഡക്ട്സ്, നമ്മുടെ ഈ കടലിൽ നിന്നുള്ള ഈ കടൽ മത്സ്യവും അങ്ങനത്തെ അതിൻ്റെയൊക്കെയുള്ള ക്രസ്റ്റേഷ്യൻസിൻ്റെയൊക്കെയുള്ള കുറച്ച് പാർട്സ്, പിന്നെ ഇൻസെക്ട്സ്, ഞാൻ ഈ പറഞ്ഞ പോലെ കോക്രോച്ചും അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ടായിരുന്നു. അപ്പം ഇതൊന്നും പ്യുവർലി വെജിറ്റേറിയൻ പ്രോഡക്ട്സ് ആണെന്ന് നമുക്ക് പറയാനും പറ്റത്തില്ല. എന്നുവെച്ചാൽ ഇതിനകത്ത് ഇവർ പറയാതെ തന്നെ 2 ഗുണം കൂടുതൽ നമ്മൾ ആനിമൽ പ്രോഡക്ട്സും കണ്ടുപിടിച്ചിരുന്നു. ഇതല്ലാതെ പല സസ്യങ്ങൾ, അതായത് ബൊട്ടാനിക്കൽസ്, പല തരത്തിലുള്ള ചെടികൾ ഇവർ യൂസ് ചെയ്യില്ല ആയുർവേദക്കാരും സിദ്ധവൈദ്യക്കാരൊക്കെ. അതിൽ ഡോക്യുമെന്റഡ് ആയിട്ടുള്ള വളരെ വിഷാംശമുള്ള കുറേ ചെടികളും ഉണ്ടായിരുന്നു. പക്ഷേ ഈ ചെടികളുള്ള കാര്യം അവർ എഴുതിയിട്ടുണ്ടെങ്കിലും ഈ ചെടികൾ വിഷാംശമുള്ളതാണെന്നൊന്നും അതിനകത്തില്ല. സേഫ്റ്റി ലേബലിങ്ങോ സേഫ്റ്റി ഗൈഡ് ലൈൻസ് ഒന്നുമില്ല. അപ്പോൾ അതിനകത്ത് ഏറ്റവും ഡേഞ്ചർ ആയിട്ടുള്ള കുറച്ച് ചെടികളെ പറ്റി അറിഞ്ഞിരിക്കണം. അതായത് ഇന്ന ചെടികളുള്ള ആയുർവേദ പ്രോഡക്ട്സും അല്ല ഹോമിയോപ്പതി പ്രോഡക്ട്സോ സിദ്ധവൈദ്യമോ ഒന്നും നിങ്ങൾ എടുക്കരുത്. എന്ന് വെച്ചാൽ ഭയങ്കര വിഷാംശമുള്ള ചെടികളാണിത്. 1 ചിറ്റാമൃത്, ടിനോസ്പൊറ കോർഡിഫോളെ, ഗിലോയ് എന്ന് പറയും. 2 നമ്മുടെ ആര്യവേപ്പ്, നീം. 3 അശ്വഗന്ധ, വിതാനിയ സോമനിഫറ. 4 അക്കോണിറ്റം എന്ന് പറയുന്നത് സ്പീഷീസ് ഉണ്ട്, ഹാർട്ടിനൊക്കെ ഭയങ്കര ഡേഞ്ചറാണ്. പിന്നെ റിസിനിസ് കമ്മ്യൂണിസ്, കാസ്റ്റർ ഓയിൽ ബേസ്ഡ് ആയിട്ടുള്ള കുറേ പ്രോഡക്ട്സ് ഉണ്ട്. ഇതൊക്കെ നമുക്ക് പാരാലിസിസും നെർവ് ടോക്സിനാണ്, ഞരമ്പിനൊക്കെ ഭയങ്കര ഡേഞ്ചറാണ്. അതുകൂടാതെ പ്ലംബാഗോ എന്ന് പറയുന്ന, ചിത്രക്ക് എന്ന് പറയുന്ന ഈ ആയുർവേദക്കാർ യൂസ് ചെയ്യുന്ന ഒരു ചെടി, അതിനകത്ത് പ്ലംബാഗിൻ എന്ന് പറഞ്ഞൊരു വിഷാംശമുണ്ട്, ഒരു പ്ലാന്റ് കെമിക്കലുണ്ട്. അത് നമ്മുടെ ലിവറിനും കിഡ്നിക്കൊക്കെ ഭയങ്കര പ്രശ്നമാണ്. അപ്പം ഇങ്ങനത്തെ ചെടികളൊക്കെ യൂസ് ചെയ്തിട്ടും ഇട്ടിട്ടും ഇതിനകത്തുള്ള സേഫ്റ്റി ലേബലിങ്ങോ ഇത് പ്രശ്നം ഉണ്ടാക്കുന്നൊന്നും അവർ ലേബൽ ചെയ്തിട്ടും ഇല്ല, ആൾക്കാരുടെ അടുത്ത് പറയുന്നുമില്ല. അപ്പം ഓൾമോസ്റ്റ് 70% ആൾക്കാരിൽ ഈ ടോക്സിക് ആയിട്ടുള്ള പ്ലാന്റ് എക്സ്പോഷർ ഉണ്ടായിട്ടുണ്ട് ഈ മരുന്നുകളിലൂടെ. അപ്പം ഇതൊന്നും ആരും എടുത്തു പറയുന്നുമില്ല. മോർ ദാൻ 35% സിവിയർ ടോക്സിറ്റി ഉണ്ടാക്കാവുന്ന പ്ലാന്റ്സും ഈ പ്രോഡക്ട്സിനകത്ത് ഉണ്ടായിരുന്നു. അതും ആരും നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്യുമ്പോൾ ആയുർവേദക്കാരും പേഷ്യൻസിൻ്റെ അടുത്ത് ഇതിനെപ്പറ്റി പറയുന്നില്ല. ഇതാണ് ഏറ്റവും വലിയൊരു കണ്ടുപിടുത്തം നമ്മൾ ചെയ്തതേ. അതായത് പല പേഷ്യൻസും പലതരത്തിലുള്ള ആയുർവേദ മരുന്നുകൾ യൂസ് ചെയ്യുമല്ലോ. അതായത് ഇപ്പോൾ ഒരു പ്രോഡക്റ്റ് അല്ല, 3-4 പ്രോഡക്ട്സ് കാണും ആയുർവേദ മരുന്ന്. അപ്പോൾ ആയുർവേദത്തിനകത്തൊരു പ്രോപ്പർ ഡയഗ്നോസ് നടക്കുന്നില്ല. അവർ ഈ സിംറ്റംസ് ഒക്കെ വെച്ചിട്ടാണ് മരുന്ന് കൊടുക്കുന്നത്. അപ്പം വിശപ്പില്ലായ്മയ്ക്ക് ഒരു മരുന്ന് കിട്ടും, വയറ്റിൽ നിന്ന് പോയില്ലേ വേറൊരു മരുന്ന് കിട്ടും, അങ്ങനെ സിംറ്റംസിന് പല മരുന്നുകൾ കൊടുക്കും അവർ. അപ്പം അങ്ങനെ ആകുമ്പോഴത്തേക്ക് കുറേ കൂട്ടം ആയുർവേദ മരുന്നുകളായിരിക്കും ഒരു പേഷ്യൻ്റ് കഴിക്കുന്നത്. അപ്പം അതിനകത്ത് ചിലത് ലേബിൾഡ് ആയിരിക്കും, അതായത് പ്രോപ്പർ കമ്പനിയുടെ ആയിരിക്കും. ചിലത് ലേബിൾഡ് അല്ല, അതായത് ആയുർവേദക്കാരൊക്കെ അരച്ചും പിടിച്ചൊക്കെ കൊടുക്കുന്നതായിരിക്കാം. പരമ്പരാഗത വൈദ്യന്മാരും അങ്ങനെ ചെയ്യുന്നത്. അപ്പം എത്രമാത്രം കൂടുതൽ ലേബൽ ചെയ്യാത്ത പ്രോഡക്ട്സ് കഴിച്ചോ അത്രമാത്രം മരണനിരക്ക് കൂടിയിട്ടേ ഉള്ളൂ നമ്മുടെ ഈ പേഷ്യൻസിൽ. അതാണ് ഈ കാണിക്കുന്നത്. അതായത് ഒരു അൺലേബിൾഡ് പ്രോഡക്റ്റ് കഴിച്ച രോഗികളിൽ 14% മരണനിരക്കും, 2 അല്ല 3 കൂടുതൽ അൺലേബിൾഡ് പ്രോഡക്ട്സ് കഴിച്ച രോഗികളിൽ ഓൾമോസ്റ്റ് 43% മരണനിരക്കാണ് നമ്മൾ കണ്ടത്. അതായത് ഡെത്ത് റേറ്റ് ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ കൺസംഷൻ ഓഫ് അൺലേബിൾഡ് പ്രോഡക്ട്സ്. അപ്പം ആയുർവേദക്കാരോ ഹോമിയോപ്പതിക്കാരോ സിദ്ധവൈദ്യക്കാരോ നാച്ചുറോപ്പതിക്കാരോ ഒക്കെ നിങ്ങൾക്ക് സപ്ലിമെന്റ്സ് ഒക്കെ തരുമ്പം, മരുന്നുകളൊക്കെ എഴുതി തരുമ്പം അതിനകത്ത് ലേബലിങ്ങോ അതിൻ്റെ ഇൻഗ്രീഡിയൻസോ അതിൻ്റെ സേഫ്റ്റി ഒന്നും എഴുതി വെച്ചിട്ടില്ലെങ്കിൽ അങ്ങനത്തെ പ്രോഡക്ട്സ് ഒന്നും നിങ്ങൾ എടുത്ത് കഴിക്കരുത്. അത് കഴിച്ചാൽ നല്ല സൈഡ് എഫക്റ്റ് ഉണ്ടാവാം, ചിലപ്പോൾ കിഡ്നി ലിവറൊക്കെ അടിച്ചു പോവാം, പല പ്രശ്നങ്ങൾ വരാം, മരണം സംഭവിക്കാം, ട്രാൻസ്പ്ലാന്റ് ചെയ്യേണ്ടി വരാം. ഇതെല്ലാം നിങ്ങൾ ഓർത്തിരിക്കണം. അപ്പോൾ ഫൈനലി നമുക്ക് പറയാനുള്ളത് ഇതാണ്. ഈ ഓൾട്ടർനേറ്റീവ് മെഡിസിൻ, ഇതര വൈദ്യങ്ങൾ എന്ന് പറയുമ്പം അതൊരു ബിസിനസ്സാണ് അല്ലേ? എല്ലാവരും ജീവിച്ചൊക്കെ പോകണ്ടേ? അപ്പം ഇങ്ങനെ കുറേ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇതിനകത്ത് എത്തിക്സും ഇല്ല, ഒരു മൊറാലിറ്റി ഒന്നുമില്ല. നമ്മുടെ മോഡേൺ മെഡിസിനിലൊക്കെ ഡോക്ടർമാരായി കഴിഞ്ഞ് ഞങ്ങളൊരു ഓത്തൊക്കെ എടുക്കും, ഒരു ഇതില്ല, ഒരു ഓത്ത് എടുക്കും. അതിനകത്ത് നമ്മൾ പറയുന്നത് ഫസ്റ്റ് ഡു നോ ഹാം എന്നാണ്. അതായത് നമ്മൾ ഒരു രോഗിയെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടോ ഒരു റിസ്ക് കൊടുത്തുകൊണ്ടോ അവരുടെ ലൈഫിന് അപകടം വരുത്തുന്ന ഒരു കാര്യം നമ്മൾ ഇന്റൻഷനലി ചെയ്യാൻ പാടില്ല. പക്ഷേ ഈ ഓൾട്ടർനേറ്റീവ് മെഡിസിൻ അങ്ങനെ ഓത്തൊന്നുമില്ല. അതായത് അവർ ഇത് പഠിച്ചിട്ട് അങ്ങ് ഇറങ്ങി വേണ്ടതുപോലെ അങ്ങ് ചെയ്യുകയാണ്. അവർക്ക് തോന്നിയ പോലെ രോഗിയുടെ പൊക്കത്ത് കിടന്ന് കളിക്കുകയാണ്, തോന്നിയ പോലെ എഴുതുകയാണ്. ഇപ്പോൾ ഡയബറ്റീസിന് വേണ്ടി ഒരു മരുന്ന് എഴുതാൻ ഒരു ആയുർവേദക്കാരനോട് കേരളത്തിൽ പറഞ്ഞാൽ അവർ ഒരു തരത്തിലുള്ള മരുന്നൊക്കെ എഴുതി കൊടുക്കും.
ഇനി ആ സെയിം രോഗിക്ക് ഡയബറ്റീസിന് വേണ്ടി മരുന്ന് എഴുതി കൊടുക്കാൻ നമ്മൾ കർണാടകത്തിൽ ചെന്നിട്ട് ഒരു ആയുർവേദ വൈദ്യനോട് പറഞ്ഞാലേ വേറെ തരത്തിലുള്ള മരുന്നായിരിക്കും എഴുതി കൊടുക്കുന്നത്. അപ്പോൾ ഇവർ തമ്മിൽ ഒരു സ്റ്റാൻഡർഡൈസേഷൻ ഒന്നുമില്ല. ഈ പ്രോഡക്ട്സിലും അത് തന്നെയാണ്. ഈ പറയുന്ന സേഫ്, നാച്ചുറൽ, ഹെർബൽ എന്നൊക്കെ പറയുന്ന പ്രോഡക്ട്സിനകത്തൊന്നും ഒരു സ്റ്റാൻഡർഡൈസേഷൻ ഇല്ല, റെഗുലേഷൻ ഇല്ല, നല്ല കണ്ടാമിനേഷൻ, അഡൾട്രേഷൻ നമ്മളത് കണ്ടു. അപ്പം ഈ പേപ്പർ പബ്ലിഷ് ആയിട്ട് കുറച്ച് ആഴ്ചകളായി. പക്ഷേ ഇതിൻ്റെ ഒരു വാല്യൂ, ഒരു ഇമ്പോർട്ടൻസ് പബ്ലിക് ഹെൽത്ത് പെർസ്പെക്റ്റീവ് എന്നാണ് നമ്മൾ സംസാരിക്കുന്നത്. അതായത് ഒരു രോഗികൾ അറിഞ്ഞിരിക്കാനും രോഗികളെ പരിചരിക്കുന്നവർ, ഫാമിലീസ് അറിഞ്ഞിരിക്കാനും ഉള്ള ഒരു പഠനമാണിത്. അപ്പം നിങ്ങൾ ബ്ലൈൻഡ് ആയിട്ട് പല കാര്യങ്ങളിലും ബ്ലൈൻഡ് ആയിട്ട് ഒരു വിശ്വാസത്തിൽ പോയിട്ട് നിങ്ങളുടെ ആരോഗ്യത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യരുത്. ഇപ്പം പലരും പറയും ആ പച്ചമരുന്ന് കഴിച്ച് ഞാൻ എൻ്റെ അളിയൻ്റെ ചേട്ടൻ്റെ മകൻ്റെ ആരോഗ്യ ഭേദമായെന്ന് പറയും. അല്ലെ വേറെ ഒരാൾ പറയും ഈ പച്ചമരുന്ന് കഴിച്ച് എൻ്റെ മകളുടെ മോൻ്റെ എന്താണെന്ന് വെച്ചാൽ ആരുടെയോ നെയ്ബറിൻ്റെ ഇത് മഞ്ഞപ്പിത്തം മാറി എന്നൊക്കെ പറയും. അങ്ങനെയൊക്കെ കേട്ട് നമ്മൾ പോയി ഒരു കാര്യം ചെയ്യരുത്. ഇതിനകത്തൊക്കെ തെളിവ് സഹിതം സയൻറ്റിഫിക് ആയിട്ടുള്ള മെക്കാനിസംസും റെഗുലേഷനും ഒക്കെ പ്രോപ്പറായിട്ട് വേണ്ട കാര്യങ്ങൾ മാത്രമേ നമ്മൾ ചെയ്യാൻ പാടുള്ളൂ. എന്താണെന്ന് വെച്ചാൽ ഇതിപ്പം ആൾക്കാർ പറയും ചെറിയ നമ്പേഴ്സാണ്. ചെറിയ നമ്പേഴ്സിൽ ഇത് ആരുടെയോ ഹസ്ബൻഡ്, ആരുടെയോ മകൻ, ആരുടെയോ പിതാവൊക്കെയാണ് മരിച്ചു പോയേക്കുന്നത്. അപ്പോൾ ആ ഫാമിലിക്കൊക്കെ ഭയങ്കര ലോസാണ്. ഇതെല്ലാം അവോയ്ഡബിൾ ആണ്. അതായത് നമുക്ക് ഇത് വേണ്ട. ഓൾട്ടർനേറ്റീവ് മെഡിസിൻ ഇല്ലാതെ ഒരു ജീവിതം എല്ലാവർക്കും പറ്റും. ഓൾട്ടർനേറ്റീവ് മെഡിസിൻ കഴിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ നമ്മൾ ആയുർദൈർഘ്യം കുറയ്ക്കേണ്ട ആവശ്യമൊന്നും ഇല്ല എന്നുള്ളതാണ് ഈ പഠനം പറയുന്നത്. ഈ പഠനം എല്ലാവരും വായിക്കുക. ഇതിന്റെ ലിങ്കും കാര്യങ്ങളെല്ലാം ഷെയർ ചെയ്യുന്നതായിരിക്കും വീഡിയോയുടെ അടിയിൽ. വായിച്ചിട്ട് ഇതിനെപ്പറ്റിയുള്ള കമന്റുകൾ നിങ്ങൾ ഇടുക. നന്ദി, നമസ്കാരം.